ചിലർക്ക് നിക്ഷേപം ബിറ്റ്കോയിനിലാണ്, അപ്പോൾ നമ്മുടെ ഹൃദയം അവിടെയാണ്. ചിലർക്ക് നമ്മുടെ ഗെയിംസിലാണ്, ചിലർക്കൊക്കെ കാർട്ടൂൺ നെറ്റ്വർക്കിലാണ്, പുതിയതിറങ്ങുന്ന സിനിമകളിലാണ് നമ്മുടെ ഹൃദയം പോയി കിടക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നമ്മൾ കുറേ അകലെയായി പോകുന്നു. നമ്മൾ അന്തോണിസ് പുണ്യാളൻ ഒരിക്കൽ ഒരു ശവസംസ്കാര കർമ്മത്തിൽ, മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രസംഗവേളയിൽ ഈ പെട്ടെന്ന് ഈ അന്തോണിസ് പുണ്യാളൻ പറയാണ്, ഈ മരിച്ചു കിടക്കുന്ന ധനാഢ്യനായിട്ടുള്ള വ്യക്തിയുടെ ഹൃദയം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇല്ലല്ലോ എന്ന്. അപ്പോൾ അന്തോണിസ് ഇത് പറഞ്ഞതുകൊണ്ട് ഒരു അത്ഭുതമായിരിക്കും, അടയാളമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബോഡി അപ്പം തന്നെ എടുത്തുകൊണ്ടുപോയി ആ ഹൃദയത്തിൻ്റെ ഭാഗം മുറിച്ച് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്തോണിസ് പറഞ്ഞത് സംഭവിക്കുകയാണ്, അവിടെ ഹൃദയം കാണാനില്ല. അപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ഓടി വന്ന് അന്തോണിസ് പുണ്യാളനോട് ചോദിക്കുന്നുണ്ട്, അന്തോണിസ് പുണ്യാള ഈ ഹൃദയം പിന്നെ എവിടെയാണ്? അപ്പം അന്തോണിസ് പറയാണ്, ഈ ഹൃദയം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പെട്ടിയിൽ കാണും, അദ്ദേഹത്തിന് ഏതെങ്കിലും പണപ്പെട്ടിയിൽ കാണും എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ഭാര്യയും മക്കളൊക്കെ ഓടിച്ചെന്ന് ഈ അദ്ദേഹത്തിൻ്റെ സ്വർണം സൂക്ഷിക്കുന്ന ഈ കലവറ തുറന്ന് അത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അതിലാണ്. ഇത് ഇങ്ങനെ ഒരു ഫിക്ഷൻ പോലെ പറഞ്ഞു വെച്ചിട്ടുള്ള, ഇത് അന്തോണീസിൻ്റെ ജീവിതത്തിലെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ ബോഡിയിലില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഹൃദയം ആ പണപ്പെട്ടിയിലാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. അങ്ങിൽ ഈശോയിൽ ശരണം പ്രാപിക്കുന്നവരാണ് സന്തോഷിക്കുക.